കേരളത്തിന്റെ അഭിമാനമായി ശ്രേയസ് കിരണും മുഹമ്മദ് യാസീനും ഭിന്നശേഷി ദിനത്തിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിൽ നിന്ന് ഇരുവരും പുരസ്കാരം ഏറ്റുവാങ്ങി. ശ്രേയസ് കിരൺ ശ്രേഷ്ഠ ദിവ്യാംഗ് പുരസ്കാരവും മുഹമ്മദ് യാസീൻ ശ്രേഷ്ഠ ദിവ്യാംഗ് ബാൽ പുരസ്കാരവുമാണ് ഏറ്റുവാങ്ങിയത്. राष्ट्रीय पुरस्कार प्राप्त कर रहे हैं मास्टर NS श्रेयस केरला से, मास्टर मोहम्मद यासीन केरल से. ആലാപന മികവിലൂടെ ഹൃദയങ്ങൾ കീഴടക്കിയ ഭിന്നശേഷിക്കാരൻ ശ്രേയസ് കിരണിനെ തേടിയെത്തിയത് ശ്രേഷ്ഠ ദിവ്യാംഗ് പുരസ്കാരം. കർണാട്ടിക് സംഗീതത്തിൽ ബിരുദധാരിയാണ് ശ്രേയസ് കിരൺ. 9-ാം വയസ്സിലാണ് കർണാട്ടിക് സംഗീത പഠനത്തിന്റെ ആരംഭം. സ്കൾപ്ചർ പെയിന്റിംഗിലും പ്രതിഭയാണ് തൃശൂർ പൂങ്കുന്നം സ്വദേശി ശ്രേയസ്. ഹിന്ദുസ്ഥാനി സംഗീതവും ശ്രേയസ് പരിശീലിക്കുന്നുണ്ട്. ഒരു വേള നിന്നെ കൊന്നിട്ടില്ല, നാഷണൽ അവാർഡ്, സ്റ്റേറ്റ് അവാർഡ് കിട്ടി. ഹാപ്പി ആയിട്ട് തോന്നി. വളരെ അധികം അഭിമാനമുണ്ട് മോൻ ഇങ്ങനെ ഒരു നേട്ടം കിട്ടിയതിൽ. അവനും അതിനനുസരിച്ചിട്ട് ഞങ്ങൾ വിചാരിച്ച പോലെ വരാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. 6 to 7 years ഒക്കെ ആയപ്പോഴാണ് അവന് ഒരു നല്ലൊരു ടീച്ചറെ കിട്ടിയതും ഈ ലോക്ക്ഡൗൺ ടൈമിൽ അവന് എൻഗേജ് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമം നടത്തിയത്. അപ്പോൾ അതിൽ അവന് കുറച്ച് നല്ല ഇൻട്രസ്റ്റ് കാണിച്ചിരുന്നു. അപ്പോൾ അവൻ നന്നായി എൻജോയ് ചെയ്ത് ചെയ്യേണ്ടത്. കീബോർഡ് വായന, അഭിനയം, ചിത്രരചന, ഡാൻസ് തുടങ്ങിയ എല്ലാ മേഖലയിലും കഴിവ് തെളിയിച്ച ബഹുമുഖ പ്രതിഭയാണ് ആലപ്പുഴക്കാരൻ മുഹമ്മദ് യാസീൻ. പരിമിതികളെ അതിജീവിച്ച് കീബോർഡിൽ നാദവിസ്മയം തീർത്താണ് ഭിന്നശേഷിക്കാർക്ക് ലഭിക്കുന്ന ഉന്നത പുരസ്കാരം യാസീൻ സ്വന്തമാക്കിയത്. ഇക്കൊല്ലത്തെ സ്കൂൾ കലോത്സവത്തിൽ ആലപ്പുഴ ജില്ലയിലെ മികച്ച നടനുള്ള അംഗീകാരവും യാസീനായിരുന്നു. എനിക്ക് കിട്ടുന്ന ഓരോ അംഗീകാരങ്ങളും വേദികളും എന്നെ പോലുള്ള ഒരുപാട് പേർക്ക് മുന്നോട്ട് വരാനുള്ള പ്രചോദനമാകണമെന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. കോവിഡ് കാലത്ത് കളിപ്പാട്ട കീബോർഡ് വായിച്ചായിരുന്നു യാസീന്റെ തുടക്കം. സംസ്ഥാന സർക്കാരിന്റെ ഭിന്നശേഷിക്കാരിലെ സർഗാത്മക ബാല്യം പുരസ്കാരം ജേതാവ് കൂടിയാണ് യാസീൻ. നമ്മുടെയൊക്കെ ഓണറബിൾ പ്രസിഡന്റൊക്കെ ഒരു അവാർഡ് മേടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ പ്രൗഡസ്റ്റ് മൊമെന്റ്. ഞങ്ങൾക്ക് സ്വപ്നം പോലും ചിന്തിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യമാണത്. മോനിൽ നിന്നാണ് ഞങ്ങൾക്ക് കിട്ടിയത്. ഒത്തിരി സന്തോഷം. നമുക്ക് ആദ്യമൊക്കെ ഭയങ്കര സങ്കടമായിരുന്നു. അപ്പോൾ അത് ഇപ്പം മാറിയത് ഇവൻ്റെ ഈ ഒരു കഴിവുകളിലൂടെ തന്നെയാണ് നമുക്ക് ആ ഒരു സങ്കടം മാറിയത്. തളരാത്ത മനസ്സുണ്ടെങ്കിൽ ഏത് കടമ്പയും കടക്കാൻ കഴിയുമെന്ന് തെളിയിക്കുകയാണ് ഇവർ. 24 ഡൽഹി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.